ബ്രെഡ് ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ഇറ്റാലിയൻ ഡിഷിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ആദ്യം തന്നെ ഇതിനായിട്ടുള്ള മസാലയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ഒരു പാനിലേക്ക് ഞാനിവിടെ ഏകദേശം 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽട്ടായി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. എല്ലാ സോട്ടിങ്ങും ചെയ്യുന്നത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. ഈ ഒരു സവാളയൊന്നും ഒരുപാട് വാടി വരേണ്ട ആവശ്യമില്ല. അതിൻ്റെ ക്രഞ്ചിനെസ് പോവാതെ വേണം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മളിത് ഹൈ ഫ്ലെയിമിൽ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇതുപോലെ ചെറുതായിട്ട് വാടി വരുമ്പോൾ ഇതിലേക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സ്വീറ്റ് കോണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 2.5-3 ടേബിൾ സ്പൂണുകളൊക്കെ കാണും. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ 100 ഗ്രാം മഷ്റൂമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ഫില്ലിങ് ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കണമെന്ന് നിർബന്ധമില്ല. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള പച്ചക്കറികളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ പച്ചക്കറിയാണോ ഉള്ളത് അതൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ ഉപയോഗിച്ചും നിങ്ങൾക്ക് ഇതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പച്ചക്കറികളൊക്കെ ചേർത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പിസ്സ സീസണിംഗ് ആണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എരിവിന് പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ആ ഒരു മഷ്റൂമിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. ആ ഒരു വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലാണ് ഇത് സോട്ട് ചെയ്തെടുക്കേണ്ടത്. ആ ഒരു പച്ചക്കറിയൊന്നും ഒരുപാട് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അതിൻ്റെ ക്രഞ്ചിനെസ് പോവാതെ വേണം ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളുടെ ഈ ഒരു മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി ഇതിനായിട്ടുള്ള സോസാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ വൈറ്റ് സോസാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 2 ടീസ്പൂൺ എണ്ണയും അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. വെളുത്തുള്ളി നമ്മൾ ചെറുതായിട്ടായിരുന്നു അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ ഓട്സ് പൗഡറോ ചേർത്ത് കൊടുത്തിട്ടും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഈ ഒരു മൈദ ബട്ടറിൽ നല്ല പോലെ തന്നെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ നമ്മൾ ചേർത്ത് കൊടുത്ത മൈദയുടെ പച്ചമണം മാറുന്നത് വരെ ഞാനിവിടെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ആദ്യം 1 കപ്പ് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ടോട്ടലായിട്ട് 1.5 കപ്പ് പാലാണ് ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ 1/2 കപ്പ് പാലും കൂടെ ചേർത്തിട്ടുണ്ട്. 1.5 കപ്പ് പാല് ചേർത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അത് തിക്കായിട്ട് വന്ന് തുടങ്ങും. അതുപോലെ ചെറുതായിട്ട് തിക്കായി വന്ന് തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു ചീസ് സ്ലൈസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചീസ് സ്ലൈസ് ചേർക്കണമെന്ന് നിർബന്ധമില്ല. ചേർത്ത് കൊടുക്കുമ്പോൾ രുചി ഒന്നും കൂടെ കൂടും. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പിസ്സ സീസണിങ്ങും അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പിസ്സ സീസണിങ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു ഇറ്റാലിയൻ ഡിഷ് ആയതുകൊണ്ടാണ്. പിസ്സ സീസണിങ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒറിഗാനോ വേണമെങ്കിലും ചേർത്ത് കൊടുത്താൽ മതിയാകും. എല്ലാം കൂടെ നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് തിക്കായി വരുന്നത് വരെയാണ് ഇത് റെഡിയാക്കി എടുക്കേണ്ടത്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ വൈറ്റ് സോസ് ഇതിങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിനായിട്ടുള്ള റെഡ് സോസാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് പാനിലേക്ക് 2 ടീസ്പൂൺ എണ്ണയും അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാടൊന്നും വേണ്ട. ആ ഒരു ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ പിസ്സ സീസണിങ്ങും അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിസ്സ സീസണിങ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒറിഗാനോ ചേർത്താലും മതിയാകും. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആ ഒരു സവാളയും കൂടെ ബട്ടറിൽ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ചെറുതായിട്ട് കളറൊക്കെ മാറി വരുന്നത് വരെയാണ് ഇതൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ ദാ നമ്മൾ ചേർത്ത് കൊടുത്ത സവാളയുടെ കളറൊക്കെ ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 2 തക്കാളി ആദ്യം കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം
അതിലെ തൊലിയൊക്കെ കളഞ്ഞ് മിക്സറിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് നല്ലപോലെ അരച്ചെടുത്തിരിക്കുന്നതാണ്. അതും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ തക്കാളി അരച്ച ജാറിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനിയിപ്പോൾ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു നല്ല കളർ കിട്ടാനായിട്ട് ഞാനിവിടെ ഏകദേശം 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിനി ആ ഒരു എണ്ണയൊക്കെ സെപ്പറേറ്റ് ആവുന്ന ആ ഒരു സമയം വരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ അത് നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂണാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ സോസ് ഇവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു സോസ് തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ ദാ റെഡ് സോസും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡാണ്. ഞാനിപ്പോൾ ഇവിടെ സാധാരണ മിൽക്ക് ബ്രെഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരുപാട് വലിപ്പമുള്ളതല്ല, സാധാരണ വലിപ്പമുള്ളത്. അതെന്നിട്ട് അതിൻ്റെ അരികുകളൊക്കെ ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഈ ഒരു രീതിക്ക് പരത്തിയെടുത്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതുപോലത്തെ 8 സ്ലൈസ് ബ്രെഡാണ് നമുക്ക് ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇതുപോലത്തെ ഒരു ബേക്കിംഗ് ട്രേ ആണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അതിലേക്ക് ആദ്യം തന്നെ ഒരു ലെയർ റെഡ് സോസും അതുപോലെ തന്നെ ഒരു ലെയർ വൈറ്റ് സോസും ആണ് നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ബ്രെഡിൻ്റെ സ്ലൈസസ് നമുക്ക് വെച്ച് കൊടുക്കാം. 4 ബ്രെഡ് സ്ലൈസസ് ആണ് ഞാനിവിടെ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്കായിട്ട് വീണ്ടും റെഡ് സോസും വൈറ്റ് സോസും ആണ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ചെറിയൊരു ലെയറായിട്ട് വേണം നമ്മളിത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ റെഡ് സോസ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസിൻ്റെ മിക്സാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഏകദേശം നമ്മൾ തയ്യാറാക്കി വെച്ചതിൽ 1/4 ഭാഗത്തോളം ഈ ഒരു ലെയറായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഇനി ചീസാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ മൊസാറല്ല ചീസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം ചീസ് സ്ലൈസ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അതും ഒരു ലെയറായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് റെഡ് സോസും അതുപോലെ തന്നെ കുറച്ച് വൈറ്റ് സോസും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും അടുത്തൊരു ലെയർ ബ്രെഡിൻ്റെ കൊടുക്കാനാണ് പോകുന്നത്. ഞാനിവിടെ 4 ബ്രെഡ് സ്ലൈസ് വെച്ച് അടുത്ത ലെയറും തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഏറ്റവും അവസാനമായിട്ട് ബാക്കി വന്നിരിക്കുന്ന റെഡ് സോസും അതുപോലെ തന്നെ വൈറ്റ് സോസും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള പച്ചക്കറിയുടെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ടും തന്നെ ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഒരു ചീസിൻ്റെ ലെയറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരുപാടൊന്നുമില്ല, തിക്കായിട്ടല്ല, ചെറുതായിട്ടൊന്ന് ചീസിൻ്റെ ലെയറും കൂടെ ആക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ബാക്കി വന്നിരിക്കുന്ന റെഡ് സോസും അതുപോലെ തന്നെ വൈറ്റ് സോസും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ ഒരു രീതിക്കാണ് ഇത് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഓവനൊന്നും ഇല്ലാതെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഉപ്പും ഒരു സ്റ്റാൻഡും വെച്ച് 5 മിനിറ്റ് നേരം നല്ലപോലെ പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് നേരത്തേക്കാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. 15 മിനിറ്റ് ആകുമ്പോൾ ഇതുപോലെ തുറന്ന് നോക്കിയിട്ട് മുകൾ ഭാഗത്തുള്ള ചീസൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ടാകും. മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടച്ച് വെച്ച് വീണ്ടും മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ടോട്ടലായിട്ട് മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റ് നേരമാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ഓവനിൽ വെക്കുന്നത് പോലെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വെക്കുമ്പോൾ കിട്ടില്ല. അത് ആ ഒരു പെർഫെക്റ്റ് ടെക്സ്ചറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും അവസാനമായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 4ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല ചീസി ആയിട്ടുള്ള ബ്രെഡ് ഉപയോഗിച്ചുള്ള നമ്മളുടെ ലസാനിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഇറ്റാലിയൻ ഡിഷാണ്. ഇതിനുള്ളിൽ വെജിറ്റബിൾസൊക്കെ നല്ല പോലെ തന്നെ കഴിക്കാൻ വേണ്ടി കിട്ടും. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ആ ഒരു ഫ്ലേവറിലാണ് ഇത് ഉണ്ടാകുക. ബ്രെഡ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ലസാനിയ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.